അങ്ങനെ നീണ്ട 10 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഡേവിഡും സാറയും ഒന്നായി. എല്ലാവരും ഒത്തുചേർന്ന വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ആ ഒരു നിമിഷം. കുറച്ച് ദിവസങ്ങൾ നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഡേവിഡിനോടും സാറയോടും യാത്ര പറഞ്ഞ് അവരവരുടെ തിരക്കുകളിലേക്ക് മടങ്ങി. കൊച്ചമ്മണി ആനിയെയും കൂട്ടി വീട്ടിലേക്കും തിരിച്ചു. ഒരു വശത്ത് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിനങ്ങളായിരുന്നുവെങ്കിൽ മറുവശത്ത് ചുരുളഴിഞ്ഞ പല രഹസ്യങ്ങളുടെയും പ്രത്യാഘാതങ്ങളും നിയമ നടപടികളുമായിരുന്നു. ബെന്നിയുടെ കൊലപാതക കേസ് തെളിഞ്ഞതോടുകൂടി സേവ്യറിനെയും തമ്പാനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവസാന ദിവസത്തെ ഔദ്യോഗിക പദവിക്ക് ശേഷം രാജഗോപാലൻ രാജിവെച്ചു. ശേഷം 3 പേരെയും കോടതിക്ക് മുൻപിൽ ഹാജരാക്കി. സേവ്യറിന് ജീവപര്യന്തവും തമ്പാന് കൂട്ടുപ്രതി എന്ന പേരിൽ 8 വർഷവും രാജഗോപാലിന് മാപ്പുസാക്ഷിയായി കുറ്റസമ്മതം നടത്തിയതിൻ്റെ പേരിൽ 5 വർഷവും കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു. MC പോൾ മലങ്കര കോൺഗ്രസിൽ നിന്നും തൻ്റെ സ്ഥാനം ഉപേക്ഷിച്ച് പടിയിറങ്ങി. മലങ്കര കോൺഗ്രസിൻ്റെ പുതിയ പടനായകനായി ഉമ്മച്ചൻ സ്ഥാനം ഏറ്റെടുത്തു. ഡേവിഡും കൂട്ടുകാരും ഒന്നിച്ച് അവരവരുടെ തിരക്കുകളിലേക്കും മടങ്ങി. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി. MC പോളും ഭാര്യയും കോട്ടയത്തു നിന്നും താമസം മാറി മറ്റൊരു ദേശത്തേക്ക് പോയി. ഇളയ മകൻ്റെ മരണവും അതിന് കാരണക്കാരനായ മൂത്ത മകൻ്റെ ജയിൽവാസവുമെല്ലാം MC പോളിനെയും ഭാര്യയെയും മാനസികമായി തകർത്തു. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പരിഹാസത്തിൽ നിന്നും കുത്തുവാക്കിൽ നിന്നും രക്ഷപ്പെടാൻ കോട്ടയം വിട്ടു പോവുക എന്നത് മാത്രമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴി. അങ്ങനെ നീണ്ട ജീവപര്യന്തം ശിക്ഷയ്ക്ക് ശേഷം സേവ്യർ ജയിൽ മോചിതനായി. അവനെ കാണാനായി പോലും ആരും വന്നില്ല. എന്നാൽ അവൻ നേരെ ഡേവിഡിനെ തേടിയെത്തി. അവന് സംഭവിച്ചു പോയ തെറ്റിൻ്റെ കുറ്റബോധവും പശ്ചാത്താപവും അവനുണ്ടായിരുന്നു. ഡേവിഡിനെ കണ്ടതും സേവ്യറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അവൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഡേവിഡിന് മുൻപിൽ നിന്നു. അവൻ്റെ ഈ മാറ്റം ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്കിലും വർഷങ്ങൾ നീണ്ടുനിന്ന ജയിൽവാസം അവനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിയതിൽ ഡേവിഡ് അതിയായി സന്തോഷിച്ചു. ശേഷം അപ്പനെയും അമ്മയെയും ഫേസ് ചെയ്യാൻ മടിച്ചു നിന്നിരുന്ന സേവ്യറിനെയും കൂട്ടി ഡേവിഡ് നേരെ MC പോളിൻ്റെ അരികിലേക്ക് യാത്ര തിരിച്ചു. സേവ്യറിനെ കാണാൻ വിസമ്മതിച്ചു നിന്ന പോളിനെയും ഭാര്യയെയും ഡേവിഡ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം സേവ്യർ മാത്രമല്ല കുറ്റക്കാരനെന്നും അതിലൊരു പങ്ക് പോളിനുമുണ്ടെന്ന് ഡേവിഡ് പോളിനോട് പറഞ്ഞു. തനിക്ക് ജനിച്ച 2 മക്കളെയും ഒരുപോലെ കാണുന്നതിന് പകരം 2 കണ്ടു എന്ന തോന്നൽ സേവ്യറിൽ ഉണ്ടായതിനാലാണ് അവന് ബെന്നിയോട് ദേഷ്യവും പകയും ഉണ്ടായത്. പോളിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായതിനാലാണ് സേവ്യറിന് അങ്ങനെയെല്ലാം തോന്നിയതെന്നും ഡേവിഡ് പോളിനോട് പറഞ്ഞു. തനിക്കുണ്ടായിരുന്ന അധികാരക്കൊതിയും മക്കളെ 2 പേരെയും ഒരുപോലെ കാണാതെ ഒരുവനെ മാറ്റി നിർത്തിയതും തെറ്റാണെന്ന് ഡേവിഡിൻ്റെ വാക്കുകളിൽ നിന്നും പോളിന് മനസ്സിലായി. അങ്ങനെ അവർ ഇരുവരും അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. അത് ശരിക്കും ഒരു അച്ഛൻ്റെയും മകൻ്റെയും ആത്മബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു. അതിന് കാരണക്കാരനായ ഡേവിഡിനോട് അവർ ഒരുപാട് നന്ദി പറഞ്ഞു. അവിടെ നിന്നും അധികം താമസിയാതെ തന്നെ ഡേവിഡ് കോട്ടയത്തേക്ക് തിരിച്ചു. സാരഥിയും സഹോദരനുമായി എല്ലാത്തിനും സാക്ഷിയായി സുകുമാരൻ ഡേവിഡിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തിരികെ വരുന്ന ഡേവിഡിനെയും കാത്ത് അപ്പൻ ജോണും ഭാര്യ സാറയും മകൾ അന്നയും ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. തിരികെ എത്താൻ ഒരുപാട് വൈകിയതിനാൽ ദേഷ്യം കയറിയിരിക്കുന്ന സാറയെ സോപ്പിടുന്നതിനായി മടങ്ങി വരുന്ന വഴി കൊച്ചമണിയെയും ആനിയെയും കൂടി ഡേവിഡ് ഒപ്പം കൂട്ടി. ഡേവിഡിൻ്റെ നിർബന്ധത്തിൽ ആനി അവളുടെ മുടങ്ങിപ്പോയ പഠിപ്പ് പൂർത്തിയാക്കി. അവളിപ്പോൾ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അച്ഛനെ കാത്തിരിക്കുന്ന അന്നമോളുടെ അരികിലേക്ക് കൈ നിറയെ മിഠായിയുമായാണ് അവൻ കയറി വന്നത്. തനിക്കരികിലേക്ക് ഓടി വന്ന അന്നമോളെയും കയ്യിലെടുത്ത് വൈകി വന്നതിൽ പ്രതിഷേധിച്ചിരിക്കുന്ന അപ്പനെയും സാറയെയും നോക്കി ഒരു കള്ളച്ചിരി പാസാക്കി അവൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒപ്പം അവൻ്റെ കരുത്തായി അവൻ പടുത്തുയർത്തിയ അവൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു.